ജനൻ ടിവിയും ഫുട്ബോൾ ജിഹാദും എല്ലാവരും വിചാരത്തിൽ ഇപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമാണ്. ഈ മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് നിർത്തിക്കാണ്ട് ജിഹാദ്, അതായത് ഫുട്ബോൾ ജിഹാദ്. മറ്റുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായ ധാരണ ഉണ്ട്, ലവ് ജിഹാദും നാർക്കോട്ട് ജിഹാദും. പക്ഷെ ഈ ഫുട്ബോൾ ജിഹാദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ജനൻ ടി വി പറഞ്ഞാണ്ട് എത്രയോ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പണ്ട് ചന്ദ്രിക ദിനപത്രത്തില് സിനദിൻ സിദാനിന് പകരം സൈനുദ്ദീൻ സിദാൻ എഴുതല്. പിന്നെ അതുപോലെ തന്നെ അപ്പൊ അന്ന് തൊട്ടേ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് അയാൾ മുസ്ലിം ആണെന്നും മുസ്ലിം അല്ലാന്നും, മുസ്ലിം ആയതുകൊണ്ടാണ് ചന്ദ്രികയിൽ അയാൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടണമെന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫുട്ബോളിലൂടെ ഇസ്ലാമിന്റെ അത് അങ്ങനെ കടത്തുന്നൊക്കെ അന്നത്തെ കാലത്ത് ചില മാസികകളിലൊക്കെ വന്നിന്. വെറുതെ പറയില്ല, പരിശോധിച്ച് നോക്കി അന്നത്തെ കാലത്ത്. ഇത് വെറും ജനൻ ടിവിന്റെ ഇത് മാത്രല്ല, അത് മാത്രല്ല 1998 ഫ്രഞ്ച് ടീമില് ഇതേ പ്രശ്നങ്ങൾ ഇതിന്റെ വേറെ രൂപത്തിലുണ്ടായിരുന്നു. 98 ഫ്രഞ്ച് ടീമിൽ ഏകദേശം 11 പേരും ഒന്നുകിൽ അറബ് വംശജരോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ആൾക്കാരായിരുന്നു. അതായത് 23 അംഗ സ്ക്വാഡില്. അത് ഭയങ്കര വിവാദമായിരുന്നു. ഫ്രഞ്ചുകാരില്ല കളിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ്ട്. കാരണം സിനദിൻ സിദാന്, വില്ലിയം തുറാം, അങ്ങനെ കുറെ കളിക്കാര്, അന്നത്തെ കളിക്കാരെ കാണുന്ന ആൾക്കാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഏതായാലും അന്ന് കപ്പടിച്ചോടുകൂടി ആ വിവാദങ്ങൾ തൽക്കാലം കെട്ടടങ്ങിലും, പക്ഷെ ഇന്നും അതൊന്നും ആ യൂറോപ്പിൽ കിട്ടടങ്ങിയിട്ടില്ല. അതായത് കുടിയേറ്റക്കാര് അത് ഒട്ടുമിക്ക ടീമിലുണ്ട്. ഇപ്പൊ ബെൽജിയത്തിലൊക്കെ റൊമേലോ ലുക്കാക്കു, അങ്ങനെ എല്ലാ ഒരുവിധ ടീമിലൊക്കെ ഉണ്ടാവും കറുപ്പന്മാരെ കളിക്കാരെ കാണാം. അവർക്കെതിരെ വംശീയ ആക്ഷേപങ്ങളും അല്ലെങ്കിൽ കൈയടക്കം വരിക എന്നൊക്കെ പറഞ്ഞാണ്ട് പല വിവാദങ്ങളും പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ജർമ്മൻ ടീമിലും ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. മെസ്യൂട്ട് ഓസില് പീക്ക് കരിയറിലെ ഏറ്റവും നല്ല സമയത്ത് ടീമിൽ നിന്ന് വിരമിച്ചു പോയ വ്യക്തിയാണ്. അതും അവിടെ അദ്ദേഹം തുർക്കി വംശജനാണ്. അവിടുത്തെ വംശീയ അധിക്ഷേപം കാരണമാണ് ഇതുണ്ടായത്. അപ്പോ യൂറോപ്പിലെ കുടിയേറ്റത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. യൂറോപ്പുമാർ ഒരുപാട് കാലം മറ്റുള്ള നാട്ടിലൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയല്ലേ, അവിടെയും പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഏതായാലും ഈ ജനൻ ടി വി ഈ വിഷയം പറഞ്ഞാട്ട് മുമ്പേ ഈ വിഷയം കളത്തിലുണ്ട്. പല ആളുകളും ശ്രദ്ധിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഇപ്പൊ കരീം ഹംസ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ യൂറോപ്യൻ ക്ലബ്ബ് ടീമുകളിലൊക്കെ ഇഷ്ടംപോലെ ആഫ്രിക്കൻ വംശജരൊക്കെ എത്രയോ വംശവെറിക്കും ഇതിനൊക്കെ വിധേയമായിട്ടുണ്ട്. ഇനി അതൊന്നും വേണ്ട, നമ്മളെ നാട്ടിൽ തന്നെ ശരിക്കും നല്ലൊരു ഇന്ത്യൻ ടീം കെട്ടിപ്പടുക്കണയിൽ തന്നെ ഈ വംശവെറിയും മറ്റും കാരണമാണെന്ന് പലരും ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് നല്ല കളിക്കാരെ തെരഞ്ഞെടുക്കണേ മിക്കവാറും ഏതെങ്കിലും ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ പ്രാതിനിധ്യം ഉണ്ടാവും. അതുകൊണ്ട് എടുക്കാത്തതാണെന്നും അതുകൊണ്ടാണ് നല്ലൊരു ടീം വരാത്തതാണെന്നുള്ള അഭിപ്രായം വരെ നാട്ടിലുണ്ട്. അപ്പോ ഈ ജനൻ ടി വി മലം ടി വി എന്നാണ് നാട്ടുകാരൊക്കെ പൊതുവെ പറഞ്ഞത്. അതായത് മണപ്പിച്ചണ ഇതെന്നാണ് പറഞ്ഞത്. പിന്നെ ചന്ദ്രിക പത്രം സൈനുദ്ദീൻ സിദാനൊക്കെ എഴുതിയൊരു കാലഘട്ടം, അതായത് സിനദിൻ സിദാനും ഒരേ ഇതാണോ വെച്ചാല് ഒരേ സംഭവം തന്നെയാണ്. നമ്മളെ സൈനുദ്ദീൻ തന്നെയാണ് ഈ സിനദിന്. അറബിയില് സിനദിന് ഒരു ഫാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഗ്രാമറുകളൊക്കെ ഉണ്ട്. അത് പഠിച്ച ആൾക്കാർക്കാണ് അത് തീരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.